ക്ഷേത്രങ്ങളിലെ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കുന്നതിൽ പ്രതിഷേധവുമായി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംഘടനയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നാമജപ പ്രതിഷേധ ധർണ നടത്തി. വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കൾ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമടക്കമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ വിശേഷ അവസരങ്ങളിൽ പോലീസ് നൽകി വന്നിരുന്ന ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കുന്നതിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമാവുകയാണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു നാമജപ പ്രതിഷേധ ധർണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ബ്രാഹ്മണ സഭാ സംസ്ഥാന അധ്യക്ഷൻ എച്ച് ഗണേഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഇത് ഒരിക്കലും അനുവദിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഹൈന്ദവ സമുദായത്തെ അങ്ങേയറ്റം വ്രണപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് എന്ന് പ്രത്യേകം പറയുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. അതിന്റെ ഭാഗമായി ഇന്നിവിടെ നാമജപത്തിലൂടെ നമ്മുടെ പ്രതിഷേധം നാം അറിയിക്കുകയാണ്. മാറി മാറി വരുന്ന സർക്കാരുകൾ ഹൈന്ദവാചാരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായി ധർണയിൽ അധ്യക്ഷത വഹിച്ച ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ പറഞ്ഞു. ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം തന്നെ ഹൈന്ദവ സമൂഹത്തിന്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇടപെട്ടുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ട് ഹൈന്ദവ സമൂഹത്തെ, പ്രത്യേകിച്ച് നമ്മുടെ ആരാധനാ സമ്പ്രദായത്തെ, നമ്മുടെ ആരാധനാ കേന്ദ്രങ്ങളെ, നമ്മുടെ ആശ്രമങ്ങളെ എല്ലാം തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ ശ്രമം തുടങ്ങിയത് ഇന്നലകളിലില്ല, കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി അത് നിലനിൽക്കുകയാണ്. ഹിന്ദു സമൂഹത്തെ പരീക്ഷിക്കാൻ സർക്കാർ ഇനിയും തയ്യാറാകരുതെന്ന് ഹിന്ദുധർമ്മ പരിഷത്ത് പ്രസിഡന്റ് എം ഗോപാൽ പറഞ്ഞു. ഇനിയും സർക്കാർ ഒരു പരീക്ഷണത്തിന് തയ്യാറാകരുത്. കാരണം ആ പരീക്ഷണത്തിന് തയ്യാറായാൽ തിരുവനന്തപുരം സൂചന തന്നിട്ടുണ്ട്. ഇതിന്റെ മുമ്പ് പാപ്പാവേദി പ്രശ്നം, അതേപോലുള്ള നിരവധി പ്രശ്നങ്ങൾ ഹിന്ദു ഒന്നിച്ചു നിന്നാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിരുന്നു. ശബരിമലയിൽ സംഭവിച്ചത് ആ സമരത്തിന്റെ വിജയം. ഹിന്ദു സമൂഹം ഒന്നിച്ചു നിന്നാൽ ആർക്കും തടഞ്ഞു നിർത്താൻ സാധിക്കില്ല എന്നുള്ളതിന് തെളിവായിരുന്നു. വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും ജനപ്രതിനിധികളും ധർണയിൽ അണിനിരന്നു. ജനം, തിരുവനന്തപുരം.